ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്തേ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറെ കാര്യമായിരുന്നു, പക്ഷേ ഉണ്ടല്ലോ അപ്പോഴത്തേക്കിന് വേറൊരു ടോപ്പിക്ക് എനിക്ക് കിട്ടി. ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് 299 രൂപയ്ക്കൊന്ന് നെറ്റ് റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞാൽ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞ് അമ്മ ഇട്ട് തരികയും ചെയ്തേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ ഒരുത്തന്നെ എനിക്ക് ഫോൺ വിളിച്ചിരിക്കുന്നു. ആരാന്നറിയാമോ? എൻ്റെ ആങ്ങളെന്ന് പറയുന്ന അവൻ വിളിച്ചിട്ട് എന്നോട് പറയുക, അത് നീ അമ്മയോട് പറഞ്ഞു നെറ്റ് റീചാർജ് ചെയ്യുക. ഞാൻ പറഞ്ഞെന്തോ. അന്നേരം എന്നോട് പറയുകയാണ്, പിന്നെ നിനക്ക് കെട്ടിയവനെന്ന് പറയുന്ന ഒരു കൂട്ടിയൊരു ചീത്തയില്ല, മോൻ എന്നോട് പറയാ അവനോട് പറയണം പിന്നെ നെറ്റൊക്കെ റീചാർജ് ചെയ്ത് തരാൻ, അല്ലാതെ ഞങ്ങളോടല്ല വിളിച്ച് പറയേണ്ടത് ഇവൻ എന്നോട് പറഞ്ഞു. ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു നിൻ്റെ പൈസ ചോദിച്ചോ? ഞാൻ അമ്മയോടല്ലേ പറഞ്ഞു നെറ്റ് റീചാർജ് ചെയ്ത് തരാൻ, അതിന് നിനക്കെന്തോ ഇത്ര വലിയ കുഴപ്പം? അപ്പോൾ ഇവനെന്നോട് പറയുകയാണ്, അത് കല്യാണമൊക്കെ കഴിച്ചു വിട്ടാലുണ്ടല്ലോ പിന്നെ അവനവൻ്റെ കെട്ടിയന്മാരാ ഭാര്യമാരുടെ ചിലവ് നടത്തുന്ന, അല്ലാതെ വീട്ടുകാരല്ലെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ എന്നെ കെട്ടിച്ചു വിട്ടോ? ഇല്ലല്ലോ. നിൻ്റെ അമ്മ എന്നെ കെട്ടിച്ചു വിട്ടോ? ഇല്ലല്ലോ. 26 വയസ്സ് വരെ ഞാൻ നോക്കി നിന്ന് നിങ്ങൾക്കാർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ തിരഞ്ഞെടുത്ത്, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങൾക്ക് എന്തായാലും ലാഭക്കച്ചവടമല്ലായിരുന്നു. പൈസ തരണ്ട, പൊന്ന് തരണ്ട, നിലം തരണ്ട, ഒന്നും തരണ്ട, ഫ്രീ ആയിട്ട് നീ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, പിന്നെന്തോ നിനക്ക് ഇത്ര കുഴപ്പം എന്ന് ഞാൻ ഇവനോട് ചോദിച്ചേ. ഇവൻ എന്നോട് പറയുക, നീ മേലാൽ ഇങ്ങോട്ട് പൈസ ചോദിച്ചേക്കരുത്, മറ്റേതാ മറിച്ച്. ഞാൻ പറഞ്ഞാൽ എന്നോട് പറയാ, നീ ഇനി ചാകാൻ കിടന്നെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഞങ്ങളാരും 5 പൈസ തരത്തില്ല എന്നൊക്കെ ഇവനോട് പറഞ്ഞേ. അപ്പം ഇവനെന്നാന്നറിയാമോ, ഇവനെന്നോട് ഇപ്പം ഭയങ്കര ദേഷ്യം. ഒറ്റ ഒരാങ്ങളേ ഉള്ളൂ. എൻ്റെ അന്തയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ വെറും 2 മക്കളേ ഉള്ളൂ. ഒന്ന് അവനും ഒന്ന് ഞാനും. നാട്ടിൽ 5 സെൻറ്റ് സ്ഥലം ഒരു വീടും ഉണ്ട്. അപ്പോൾ ഇവൻ്റെ വിചാരം എന്നാണെന്നറിയാമോ, അപ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ ഇവൻ്റെ കേക്കിൽ നാത്തൂൻ്റെ കേക്കിലൊക്കെ പറയും, എൻ്റെ കൊച്ച് അന്യനാട്ടിൽ കിടക്കുക, അത് വയസ്സും പ്രായമാകുമ്പോൾ അതിനെ നോക്കാൻ ആരും കാണത്തില്ല, പിന്നെ അതിന് കയറി കിടക്കാൻ ഒരു 2 സെൻറ്റ് സ്ഥലമെങ്കിലും നിങ്ങൾ കൊടുക്കണമെന്നൊക്കെ ഇവനോട് ഇങ്ങനെ പറയും ഒക്കെ ചെയ്യുവേ. അപ്പോൾ എന്നാന്ന് പറയുമ്പോൾ ഇവൻ്റെ വിചാരം അമ്മ ഇനി എനിക്ക് 5 സെൻറ്റിനകത്തുനിന്ന് 2 സെൻറ്റ് എഴുതി തന്നാലോ എന്ന് വിചാരിച്ച് ഇവർ പേടിയാണ്. കാരണം പിന്നെ ആണെങ്കിൽ 3-ന്ന് അല്ല 5-ന്ന് 2 പോയി കഴിഞ്ഞാൽ പിന്നെ 3 ഉള്ളൂ. എനിക്ക് ഇവൻ്റെ സ്ഥലമൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ആരുടെ സ്ഥലം വേണ്ട. എവിടെയെങ്കിലും വയ്യാതെ വരുമോ വല്ലതും ചെയ്യുവാണെങ്കിൽ ഞാൻ വല്ല വഴിയരികിലും കാണാൻ കിടന്ന് ചത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊന്നും വരത്തില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരത് എന്നെപ്പറ്റി ടെൻഷൻ അടിക്കുന്നത്. എന്തുവായാലും എനിക്ക് 2 പെൺപിള്ളേരുണ്ടല്ലോ, അവർക്ക് നോക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അന്നേരം എന്തുവാന്ന് വെച്ചാൽ അതേപോലെ അങ്ങ് ദൈവം എന്തുവാന്ന് വെച്ചാൽ ദൈവം എന്തോ തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെ നടക്കുമല്ല. എന്തോ നമ്മൾ മനുഷ്യൻ തീരുമാനിക്കുന്ന പോലെയാണോ? എന്നിട്ട് ഇവനാണെങ്കിൽ എന്നോട് അതും ഇതുമെല്ലാം പറയും. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഇവിടെ അതിനേക്കാളും വലിയ യുദ്ധമായിരുന്നു ഇവിടുത്തെ സാത്താനോട്. അതെന്താണെന്നറിയാമോ, രാവിലെ ആണെങ്കിൽ എഴുന്നേറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞു അത് സ്കൂളിൽ ഒരുങ്ങാൻ പറഞ്ഞു, എൻ്റെ കൊച്ചിൻ്റെ സ്കൂളിൽ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരുങ്ങി പേരൻസിൻ്റെ ആധാർ കാർഡ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഒരുങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ അപ്പൻ്റെ അമ്മയുടെ ആധാർ കാർഡ് എടുത്തു, എൻ്റെ ആധാർ കാർഡ് എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പോയി വഴിയിലെത്തിയപ്പോഴത്തേക്കിനുണ്ടല്ലോ പുള്ളിയാണെങ്കിൽ ഈ കൊച്ചിൻ്റെ പുള്ളിയുടെയും ആധാർ കാർഡും കൊണ്ട് ഒരു കടയിലോട്ട് കയറി പോകുന്നുണ്ട്. പക്ഷെ ആ കടയിലാണെങ്കിൽ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല, ബാങ്കിങ്ങെന്നോ മണി ലോണ്ടറിങ്ങെന്നോ ഏതാണ്ടൊക്കെ വേറെ ഏതാണ്ടൊക്കെ പൈസ സംബന്ധമായിട്ട് ഏതാണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനോർത്ത് ഇനിയും പൈസ വല്ലതും എടുക്കാൻ വേണ്ടി പോയതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എന്നെ എവിടെ നിർത്തിയിരിക്കുന്നു അവിടെ തന്നെ ഞാനങ്ങ് നിന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി തിരിച്ചു വന്നപ്പോഴാണെങ്കിൽ കയ്യിൽ 2 പേപ്പർ കണ്ട്. അപ്പോൾ എനിക്ക് പിടികിട്ടിയടാ ഇത് ജിറോക്സ് എടുക്കാൻ പോയതാണല്ലോ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജിറോക്സും കൂടെ എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ പേഴ്സിനകത്ത് എടുത്തത് കയ്യിലോട്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ എൻ്റെ ദൈവമേ ഒരു എന്താണ് ഈ ഇടി വെട്ടുന്ന പോലെ ഒച്ചത്തിലാണെങ്കിൽ എന്നെ അങ്ങ് വഴക്ക് പറഞ്ഞേ, നീ എന്തോ നോക്കി നിൽക്കുമായിരുന്നു മറ്റേതാ മറിച്ച്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലല്ലോ നീ ജിറോക്സ് എടുക്കാൻ പോവാന്ന്. എന്നോട് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ, ഏത് കടയിൽ പോവാന്ന് എനിക്കറിയാമോ?
എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന മനുഷ്യർ മുഴുവനും എന്നെ ഒന്ന് നോക്കുക, പുള്ളിയെ ഒന്ന് നോക്കും, എന്നെ നോക്കും, പുള്ളിയെ നോക്കും. അങ്ങനെ എനിക്കാണെങ്കിൽ സങ്കടവും കരച്ചിലും എല്ലാം വന്ന് ഞാനാണെങ്കിൽ സ്കൂളിൽ പോവല്ലേ, വലിയ അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. വഴിയിലാണെങ്കിൽ കൺമഷിയെല്ലാം രാക്ഷസിമാരെ പോലെ കണ്ണിലെല്ലാം പടർന്ന് പാടെ കുളമായെന്ന് പറഞ്ഞാൽ മതി. ഞാൻ കരഞ്ഞാൽ പിന്നെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറിയത് തന്നെ. പിന്നെ പിന്നെ ഞാൻ ഓർക്കും എനിക്ക് കരച്ചിൽ വരായിരുന്നു. എല്ലാവരും ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടോ കുഴപ്പമില്ല, അത് ആധാർ കാർഡ് കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്നോട് പറയത്തില്ല നിൻ്റെ ആധാർ കാർഡും കൂടി ഇങ്ങോട്ട് താ, ഞാൻ ജിറോക്സ് എടുക്കാൻ പോകുമെന്ന് പറയണ്ടേ, പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഇപ്പോൾ ആണുങ്ങൾ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാൻ പറ്റുമോ? എന്നിട്ട് അങ്ങനെ ഒരു ഇവിടെ ഒരുമാതിരി സമാധാനമായി ഒന്ന് മനസ്സൊന്ന് സമാധാനിച്ച് വന്നപ്പോഴത്തേക്കിന് അവിടുന്ന് ഇവന്മാർ ഇവിടുത്തെ ശാസിൻ്റെ ഇത് തീർന്നപ്പോഴത്തേക്കിന് അവിടുത്തെ സാത്താനം തുടങ്ങി. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ ഇല്ല ചില ചെണ്ട ഇട്ട് അടിക്കുന്ന പോലെ, ഇവിടുന്ന് അടി കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, അവിടുന്ന് അടി കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെ എൻ്റെ അവസ്ഥ. എന്നാൽ ഈ നാശങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കണ്ട എന്നോട്, അതുമില്ല. 2 ദിവസം കഴിഞ്ഞ് പിന്നെ എല്ലാം മിണ്ടി വരും. എന്തുവാന്നാ പറയുന്നത്, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചില നേരം ഞാൻ ഒരു ദിവസം 1 മാസത്തെ 30 ദിവസം ഉണ്ടെങ്കിൽ 25 ദിവസം എനിക്ക് കരയാനേ സമയമുള്ളൂ. ഇതുങ്ങളെല്ലാം ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഈ വീഴ്ചയെന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ 4 വശത്തൊന്നും എല്ലാവരും വളഞ്ഞിട്ട് നമ്മളെ ആക്രമിക്കും. കാരണം ഞാനാണെങ്കിൽ എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമയം ചിലവഴിക്കും, എല്ലാം ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ ഇരുന്ന്. കാരണം അവർക്ക് എന്തുവാ ഇന്നത്തെ കാലമല്ലേ, എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ നമ്മൾ പെൺപിള്ളേരെ എത്രമാത്രം നോക്കണം. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എന്നെ നോക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റേതായ പാകപ്പിഴകളൊക്കെ എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഏത് പോയിന്റിലാണ് പിള്ളേർ വഴി തെറ്റുന്നത്, ഏത് പോയിന്റിലാണ് അവരെ സംരക്ഷിക്കേണ്ടത് എല്ലാം. ഇപ്പോൾ 16 വയസ്സ് കഴിഞ്ഞ് 17 വയസ്സ് തുടങ്ങും, ഒരു 20 വയസ്സ് വരെ നോക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ലതേതാ അഴുക്കേതാന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രായമാകുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പാടായ. എന്നാലും ഇത്ര വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട. എനിക്ക് ഒന്നും ഉണ്ടായ അബദ്ധങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കെയർ ചെയ്യാതിരുന്നുകൊണ്ടുള്ള അപാകതയൊന്നും എൻ്റെ പിള്ളേർക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ കഷ്ടതകളും സഹിച്ച് അവിടുന്നും തെണ്ടി അവരോട് ഇരവം മേടിച്ച് ഇവരോട് ഇരവം മേടിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവളുമാരോട് പറഞ്ഞു, നിങ്ങൾ പഠിച്ച് നല്ല നിലയിലൊന്നുമില്ല, നല്ല പൊസിഷനിൽ എത്തുന്ന രീതിയിൽ പഠിക്കണം. എന്നാലേ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജോലിയൊന്നും ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു രീതിയിൽ വേണം പഠിച്ച് ഉയരാനായിട്ടെന്നൊക്കെ ഞാൻ ഇവളുമാരോട് പറഞ്ഞു കൊടുക്കും. അവളുമാർ കാണുന്നുണ്ടല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ ദൈവമേ, ഒരു ദിവസം പോലും മനസ്സിനൊരു സമാധാനമില്ല. നിങ്ങൾക്കിനി എന്തും ഇങ്ങനെ കേൾക്കാം എൻ്റെ കഥകൾ. ഞാനെന്താ പറയുന്നതെന്നറിയാമോ, ഞാനാണെങ്കിൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരും അമ്മയുടെ കുടുംബക്കാരും ഒത്തിരി പേരുണ്ട്. അച്ഛൻ്റെ കുടുംബക്കാരും ഉണ്ട്, ഒത്തിരി പേര് അമ്മയുടെ കുടുംബക്കാരും ഉണ്ട്. ഇവരാരും നേരത്തെയൊക്കെ ഞാൻ എല്ലാവരും ഫോൺ വിളിക്കുമായിരുന്നു. എല്ലാവരുടെ ഫോൺ നമ്പറും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അച്ഛൻ്റെ വീട്ടുകാരെ വിളിക്കും, അമ്മയുടെ വീട്ടുകാരെ വിളിക്കും, എല്ലാവരുമായിട്ടും വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് സംസാരിക്കും, കാര്യങ്ങൾ പറയും. അല്ലാതെ എല്ലാവരുടെ കയ്യിലും എൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഒരു കുഞ്ഞുങ്ങൾ പോലും ഇങ്ങോട്ട് എന്നെ വിളിക്കത്തില്ല. അത് 1 വർഷമായി 2 വർഷമായി 3 വർഷമായി. പിന്നെ ഞാനും ഓർത്തു, ഞാനെന്തിനാ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങോട്ട് വിളിക്കാത്തവരെ ഞാനെന്തിനാണ് വിളിക്കുന്നതെന്ന് ഓർത്തിപ്പോൾ ഞാനും ആരെയും വിളിക്കാനേ പോകുന്നില്ല. എന്തുമായാലും അപ്പം ഞാൻ പറയും, എനിക്കാണെങ്കിൽ എനിക്ക് വാച്ച് ടൈം കയറുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ കാണുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെങ്കിൽ സബ് എനിക്ക് കയറുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണുന്നവർ ഞാൻ എല്ലാ വീഡിയോയിലും എന്നെ സബ് ചെയ്യണമെന്ന് പറയാനും അങ്ങ് മറന്നുപോകും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആരും എന്നെ സബ് ചെയ്യാത്തത്. അതുകൊണ്ട് ഞാൻ നാട്ടിലോ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കാരുടെ അടുത്തോ സ്വന്തക്കാരുടെ അടുത്തോ കൂട്ടുകാരുടെ അടുത്തോ ആരുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നെ സബ് ചെയ്യണമെന്ന്. കാരണം എന്നെ കാണുന്നവർ ഞാൻ പറയുന്നത് കേൾക്കുന്നവർ സബ് ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ആരോടും പറയാത്ത. ഇപ്പം നാട്ടിലോ വീട്ടിലൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും സബ് ചെയ്യും. പക്ഷെങ്കിൽ അവർ എന്നെ അധികം വാച്ച് ചെയ്യുമോ? ഇല്ലല്ലോ. അവരോട് ചെയ്യാൻ പറയും, അവർ ചെയ്യും. പക്ഷെങ്കിൽ
എന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്യുമെന്ന് ഉള്ള ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആരോടും അധികം പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണുന്നവരും കേൾക്കുന്നവരും സബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ആകെപ്പാടെ 17 സബ് ആയിട്ടുള്ള 1 മാസമായി. അതുകൊണ്ട് എല്ലാവരും എന്നെ സബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നു. പക്ഷെങ്കിൽ ഈ രാവിലത്തെ ഈ മനസ്സിലെ പ്രയാസം കാരണം എനിക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ. ആരോട് പറയാനും? ഇവിടെ ആരോടും പറയാനില്ല. UP-യിൽ ഞാൻ ആരോടാണ് പറയാൻ? കേരളത്തിലെന്ന് പറഞ്ഞാൽ ആരും എന്നോട് മിണ്ടത്തുമില്ല. ഞാൻ ആരോടോട്ട് പറയാനും പോകത്തില്ല. ഒരാങ്ങളെയും പൂങ്ങളെയും ഉണ്ടായിരുന്നു, അവനും കഴിഞ്ഞ ദിവസം എന്നോട് വഴക്കുണ്ടാക്കി. പിന്നെ ആരോടാണ് പറയാൻ? അതുകൊണ്ട് എനിക്ക് എല്ലാം പറയാൻ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും എന്നെ സബ് ചെയ്യുക, ഞാൻ പറയുന്നത് കേൾക്കണം, അത്രയേ ഉള്ളൂ. ശരി, ഓക്കെ.